നമ്മൾ മറ്റൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, അളവുകളും യൂണിറ്റുകളും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതൊരു PSC പരീക്ഷ എടുത്തിരുന്നാലും ചോദ്യം വരാനുള്ള സാധ്യത നല്ലൊരു ശതമാനമുള്ളൊരു ഭാഗമാണ് അളവുകളും യൂണിറ്റുകളും. സ്ഥിരമായിട്ട് ഇന്നതിൻ്റെ അളവ് ഏത്, ഇന്നതിൻ്റെ അളവ് ഏത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത് ഒരു പ്രധാന ഭാഗം തന്നെയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഓക്കെയാണേ? നോക്കിക്കേ, ആദ്യകാല യൂണിറ്റുകളാണ്. ആദ്യകാല യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ മുമ്പ്, അതായത് പണ്ട് തൊട്ടേ യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പഴയ യൂണിറ്റുകൾ ഒരുപാടുണ്ട്, നമുക്കറിയാം. അങ്ങനെ ഉപയോഗിച്ച് വരുന്ന പ്രധാനപ്പെട്ട 3 യൂണിറ്റ് സിസ്റ്റങ്ങളായിരുന്നു CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. CGS, FPS, MKS. അതിൽ CGS എന്താണ് എന്ന് ചോദിച്ചാൽ അത് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നുള്ളതാണ്. ക്ലിയർ ആണേ? സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. MKS എന്ന് പറയുമ്പോൾ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യകാല യൂണിറ്റുകൾ ആരൊക്കെയായിരുന്നു? CGS, FPS, MKS. അതിലെ പ്രധാന യൂണിറ്റുകൾ CGS എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS എന്ന് പറയുമ്പോൾ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. MKS എന്ന് പറയുമ്പോൾ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ 3 യൂണിറ്റ് സിസ്റ്റങ്ങളിലും പൊതുവായി ഉണ്ടായിരുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതായതാണ് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ക്ലിയർ ആണേ? അപ്പോൾ ഈ 3, അതായത് പ്രധാനപ്പെട്ട ആദ്യകാല യൂണിറ്റുകളായ CGS, FPS, MKSൽ ഒരുപോലെ ഉണ്ടായിരുന്ന യൂണിറ്റാണ് ഏത്? സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാലും പ്രധാന യൂണിറ്റുകൾ സിസ്റ്റങ്ങൾ ഏതൊക്കെയായിരുന്നു? CGS, FPS, MKS. ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത്, എന്നാൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് ഒരു പൊതു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും. ആ സിസ്റ്റത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആദ്യകാല യൂണിറ്റുകൾ ഒരു പരാജയമായി കണക്കാക്കുന്നത് കൊണ്ടായിരിക്കണം ഒരു കോമൺ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകേണ്ടി വന്നത്. ക്ലിയർ ആണേ? കാരണം നിലവിൽ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ മറ്റൊന്നിലേക്ക് മാറേണ്ട ആവശ്യകത വരുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ CGS, FPS, MKS എന്ന 3 സിസ്റ്റങ്ങളിൽ നിന്നും ഒരു കോമൺ സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഏകീകരണമില്ലായ്മ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല രാജ്യങ്ങളിൽ പല യൂണിറ്റ് സിസ്റ്റങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ട് നമുക്ക് FPS നോക്കുമ്പോൾ അറിയാം. FPS നോക്കുമ്പോൾ നമ്മൾ അറിയുന്നത്, അതിന് പറയുന്നതിന് എന്താണ്? ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. അതായത് ബ്രിട്ടനും അനുബന്ധ രാജ്യങ്ങളും കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റ് സിസ്റ്റം FPS ആണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ FPS ഉപയോഗിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ എന്തായി? പല രാജ്യങ്ങൾക്ക് പല യൂണിറ്റ് സിസ്റ്റങ്ങളായി, അതിനെ കൺവേർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളായി. അതായത് ഒരു ഏകീകരണം ഇല്ല. രാജ്യങ്ങളിൽ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടൊരു ഏകീകരണം ഇല്ലായ്മ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആദ്യകാല യൂണിറ്റുകൾ പൊതുവെ പരാജയമായി കണക്കാക്കുന്നതിന് ഒരു കാരണം പറയാൻ കഴിയുന്ന ഏതാണ്? ഏകീകരണമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഏകീകരണമില്ലായ്മയാണ്. അപ്പോൾ എങ്ങനെ പറയാം? ആദ്യകാല യൂണിറ്റുകൾ ഏകീകരണമില്ലാത്തതിനാൽ പരാജയമായാണ് കണക്കാക്കുന്നത്. അതൊരു കാരണം മാത്രം. കൺവേർഷൻ ഇല്ലാത്തത് മറ്റൊരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? പല രാജ്യങ്ങളാണ്, പല യൂണിറ്റ് സിസ്റ്റങ്ങൾക്ക് എന്തില്ല? ഏകീകരണമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു പൊതു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരേണ്ടി വരും. അങ്ങനെ ഒരു പൊതു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ ആ സിസ്റ്റത്തെ വിളിച്ച പേരാണ് ഏത്? SI സിസ്റ്റം, അല്ലെങ്കിൽ SI സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് നിലവിൽ ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സിസ്റ്റം. അല്ലെങ്കിൽ ആദ്യകാല യൂണിറ്റുകളെ മറികടന്നുകൊണ്ട് നിലവിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു പൊതു യൂണിറ്റ് സിസ്റ്റമാണ് ഏത്? SI സമ്പ്രദായം, അല്ലെങ്കിൽ SI സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അടുത്ത നോക്കുമ്പോൾ SI സിസ്റ്റം നിലവിൽ വന്ന വർഷം. അപ്പോൾ നമ്മൾ പോയിന്റിലേക്ക് നോക്കുമ്പോൾ 2 വർഷം തന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ആയല്ലോ. കാരണം 1960 തന്നിട്ടുണ്ട്, 1971 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? 1960കളിൽ തന്നെയാണ് SI യൂണിറ്റ് നിലവിൽ വരുന്നത്. പക്ഷേ അന്ന് വന്ന സമയത്ത് എല്ലാ യൂണിറ്റുകളെയും അവിടെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതായത് SI സിസ്റ്റത്തിൻ്റെ കീഴിലുള്ള എല്ലാ യൂണിറ്റുകളും ഒന്നും വന്നിരുന്നില്ല. അങ്ങനെ നമ്മളിന്ന് കാണുന്ന SI യൂണിറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രൂപത്തിലേക്ക് നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1971. വ്യക്തമാവുന്നു. SI സിസ്റ്റം നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 1960 തന്നെയാണ്. എന്നാൽ പൂർണ്ണ തോതിൽ അത് ഫങ്ഷണൽ ആവുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1971. തിരിയരുതേ. SI സിസ്റ്റം നിലവിൽ വന്ന വർഷമെന്ന് 1960. എന്നാൽ എല്ലാ അളവുകളുമായി SI സിസ്റ്റം പൂർണ്ണമായ രീതിയിൽ നിലവിൽ വന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1971.
ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ബോണസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് 1960 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1960 എഴുതുക. 1960 കാണുന്നില്ല എങ്കിൽ നിങ്ങൾ 1971 എഴുതുക. ക്ലിയർ ആണേ? ഇനി രണ്ടും വന്നാൽ ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന ഉത്തരം എന്താണ്? 1971. കാരണം പൂർണ്ണമായ രീതിയിൽ നിലവിൽ വന്നു. മാത്രമല്ല നമ്മുടെ +1 NCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വർഷം 1971. അപ്പോൾ അതുകൊണ്ട് തന്നെ SI യൂണിറ്റ് നിലവിൽ വന്ന വർഷമായി കണക്കാക്കാൻ കുറച്ചുകൂടെ ആധികാരികമുള്ള വർഷം എന്താണ്? 1971. അപ്പോൾ വ്യക്തമാണല്ലോ. അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം പൊതുവായി അംഗീകരിച്ച് നിലവിൽ വന്ന യൂണിറ്റ് സിസ്റ്റമാണ് ഏത് സിസ്റ്റം? SI സിസ്റ്റം. ഇനി SI സിസ്റ്റത്തിൻ്റെ പൂർണ്ണരൂപം എന്ത്? SI സിസ്റ്റത്തിൻ്റെ പൂർണ്ണരൂപം സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നതാണ്. സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. ഓക്കെ ആണേ? സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. രണ്ട് രീതിയിലും നമുക്ക് പറയാം. പക്ഷേ ഇവിടെ PSC തരുന്ന സമയങ്ങളെല്ലാം എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യം, സിസ്റ്റം എന്ന വാക്കിനെ മാറ്റി പല പല വാക്കുകളായിട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ്? സിസ്റ്റമാണ്. അപ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അടുത്ത്, ലോകരാജ്യങ്ങളെല്ലാം പൊതുവായി അംഗീകരിക്കണമെങ്കിൽ ആ യൂണിറ്റ് സിസ്റ്റങ്ങളെ നിയന്ത്രിക്കണാൽ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണത്തിൽ ഒരു സംഘടന വേണം. ക്ലിയർ അല്ലേ? കാരണം നമ്മൾ തന്നെ ഒരു സംഘടനയുടെ കീഴിലാവുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പരിപൂർണമായ രീതിയിലേക്ക് അത് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളെല്ലാം ഈ യൂണിറ്റ് സിസ്റ്റങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഒരു സംഘടനയുടെ കീഴിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ അളവ് തൂക്കങ്ങളെ നിയന്ത്രിക്കുന്ന ആഗോള സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അതാണ് അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അളവ് തൂക്കങ്ങളെ നിയന്ത്രിക്കുന്ന ആഗോള സംഘടന ഏത്? അതാണ് അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ. ക്ലിയറാണ്? അളവ് തൂക്കങ്ങളെ നിയന്ത്രിക്കുന്ന ആഗോള സംഘടനയാണ് അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ. ആ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ അത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ എവിടെയെന്ന് വെച്ചാൽ അത് പാരീസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അളവ് തൂക്കങ്ങളെ നിയന്ത്രിക്കുന്ന ആഗോള സംഘടന ഏത്? അതാണ് അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയുടെ ആസ്ഥാനം എവിടെ? ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണ്. ക്ലിയർ ആണ്? ഇനി അടുത്ത് ശ്രദ്ധിച്ചോണം. ഈ SI സിസ്റ്റത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യവും വരുന്നത്. അപ്പോൾ ഈ പറയുന്ന അളവ് തൂക്കങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയുടെ ഭാഗമായി ഇന്ത്യയിൽ ഈ SI സിസ്റ്റത്തെ നിയന്ത്രിക്കാനും ഒരു സംഘടന വേണം. അങ്ങനെ അളവ് തൂക്കങ്ങളെ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ സംഘടന ഏത്? അല്ലെങ്കിൽ അളവ് തൂക്കങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്നാണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ഇപ്പോൾ അളവ് തൂക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ രണ്ട് സംഘടനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാധാരണഗതിയിൽ യൂണിറ്റുകൾ പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് കുറേ യൂണിറ്റുകൾ കാണാതെ പഠിക്കലാണ്. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് PSC ചോദ്യം ചോദിച്ചാൽ വരാൻ സാധ്യതയുള്ള സംഘടനകളാണ് ഈ പറയുന്നത്. അതിലൊന്നാമത്തെ സംഘടന അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയാണ്. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലെ പാരീസ് ആണ്. രണ്ടാമത്തെ സംഘടന നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ്. ആ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്? അതെവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ഓക്കെ ആണേ? ഇനി നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് SI യൂണിറ്റിനെയാണ്. ഈ SI യൂണിറ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അളവുകളെ, അതായത് ബേസിക്കലി ഈ SI യൂണിറ്റിനെയാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഏതാണ്? അടിസ്ഥാന അളവുകൾ. എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അടിസ്ഥാന അളവുകൾ, അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. രണ്ടാമത്തതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്, വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയും. ഡിറൈവ്ഡ് യൂണിറ്റ്, വ്യുൽപ്പന്ന അളവ്. അപ്പോൾ പ്രധാനമായും SI യൂണിറ്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അടിസ്ഥാന യൂണിറ്റ്, രണ്ട് ഡിറൈവ്ഡ് യൂണിറ്റ്. അടിസ്ഥാന യൂണിറ്റ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ്, വ്യുൽപ്പന്ന യൂണിറ്റ്. അപ്പോൾ അത് രണ്ടും ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്തതിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് അടിസ്ഥാന യൂണിറ്റ്, എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റ് എന്നുള്ളത്. അതായത് പരസ്പരം ബന്ധമില്ലാത്തതും മറ്റ് അളവുകളെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സമയം എന്ന അളവ്. സമയം എന്ന അളവിനെ പ്രസ്താവിക്കാൻ മറ്റളവുകളുടെ ആവശ്യമില്ല. ഉദാഹരണത്തിന് സമയം എന്തായെന്ന് ചോദിക്കുമ്പം 10, 20 AM PM നമ്മൾ ഇത്രേ പറയാറുള്ളൂ. അവിടെ നമ്മൾ മീറ്ററിനെ ആശ്രയിക്കാറില്ല, അവിടെ നമ്മൾ കിലോഗ്രാമിനെ ആശ്രയിക്കാറില്ല. അപ്പോൾ സമയം എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അതായത് മറ്റ് അളവുകളെ ആശ്രയിക്കാത്തൊരളവാണ്. ക്ലിയർ ആണേ? ആ സമയം എന്തളവാണ്? അടിസ്ഥാന അളവുകളാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും
മറ്റ് അളവുകൾ കൊണ്ട് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകൾ. ഓക്കെ അല്ലേ? അങ്ങനത്തെയുള്ള കേവല അളവുകളെ വിളിക്കുന്ന പേരാണ് അടിസ്ഥാന അളവുകൾ. വ്യക്തമാണല്ലോ? അതായത് ഇവരെപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ പറയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾക്കാരെ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെയുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് അടിസ്ഥാന അളവുകൾ. നമുക്കത് ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അത് വ്യക്തമാവും എന്ന് വിശ്വസിക്കാം. ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഏതാണ്? അടുത്തതാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? വ്യുൽപ്പന്ന അളവുകൾ. ഇത്തരം അടിസ്ഥാന അളവുകൾ കൊണ്ട് നിർമ്മിക്കുന്നതോ ആ അടിസ്ഥാന അളവുകളിൽ നിന്ന് രൂപീകരിക്കുന്നതോ ആയിട്ടുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് ഏത്? വ്യുൽപ്പന്ന അളവുകൾ. ഓക്കെ അല്ലേ? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവയെല്ലാം ആരിൽ നിന്നുണ്ടായതായിരിക്കും? അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്നുണ്ടായതായിരിക്കും. ഇത്ര വാക്കേ ഉള്ളൂ. അതിൻ്റെ അത്രയും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ വ്യുൽപ്പന്ന യൂണിറ്റുകളെല്ലാം തന്നെ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് രൂപീകരിച്ച യൂണിറ്റുകളായിരിക്കും. അത് നമ്മൾ എക്സാമ്പിൾ സഹിതം കാണും എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്. ക്ലിയർ ആണേ? ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയിട്ടുള്ള അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാന അളവുകളിൽ നിന്ന് രൂപീകരിക്കുന്ന അളവുകളാണ് ഏത്? വ്യുൽപ്പന്ന അളവുകൾ. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ മനസ്സിലായേ? SIനെ എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? അടിസ്ഥാന അളവുകളെന്നും വ്യുൽപ്പന്ന അളവുകളെന്നും. ആ അടിസ്ഥാന അളവുകൾ എന്താണെന്ന് മനസ്സിലായി, വ്യുൽപ്പന്ന അളവുകൾ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത് PSCയുടെ സ്ഥിരം ചോദ്യമായുള്ളൊരു ചോദ്യമാണ് SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അളവുകളുടെ എണ്ണം. ചുരുക്കി ചോദിച്ചാൽ SI യൂണിറ്റുകളുടെ എണ്ണം എത്ര? SI യൂണിറ്റുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു ഉത്തരമാണ് 7 എന്ന് പറയുന്ന ഉത്തരം. ക്ലിയർ ആണേ? ഈ പറയുന്ന ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് SI യൂണിറ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അടിസ്ഥാന യൂണിറ്റ്, വ്യുൽപ്പന്ന യൂണിറ്റ്. നമ്മളിനി പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് അടിസ്ഥാന യൂണിറ്റുകളെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചോദ്യത്തിൻ്റെ വ്യക്തത പരിശോധിക്കാം. ഓക്കെ ആണേ? അടിസ്ഥാന യൂണിറ്റുകൾ ഏത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിനുള്ളൊരു നമ്മളൊരു ടേബിൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? വ്യക്തമായിട്ട് കേട്ടോണം. അടിസ്ഥാന അളവുകൾ കുറച്ച് പേര് തന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മൾ തൊട്ടിൻ്റെ അപ്പുറത്തും കിടപ്പുണ്ട് അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അടിസ്ഥാന അളവാണ് നീളം അഥവാ ലെങ്ത് എന്ന് പറയുന്നത്. നീളം അതായത് 10 മീറ്റർ. ആ 10 മീറ്റർ ഒരിക്കലും സമയത്തെയോ പിണ്ഡത്തെയോ ഒന്നും ആശ്രയിക്കുന്നില്ല, സ്വതന്ത്രമായി നിൽക്കുന്നതാണ്. ക്ലിയർ അല്ലേ? നീളം അല്ലെങ്കിൽ ലെങ്ത് ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ്. നീളത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് മീറ്ററിനെയാണ്. മീറ്റർ ആണ്. ആ മീറ്ററിൻ്റെ പ്രതീകം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ അക്ഷരം M ആണ്. പ്രതീകം സഹിതം പഠിക്കണം. കാരണം ഈ അടുത്ത് കിടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത് പ്രതീകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ക്ലിയർ ആണല്ലോ? നീളം അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്ററിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M ആണ്. ക്ലിയർ ആണ്? അടുത്ത നമ്മൾ പഠിക്കുന്നത് മാസാണ്. മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പിണ്ഡം എന്നാണ്. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. ഓക്കെ അല്ലേ? കിലോഗ്രാം. കിലോഗ്രാം അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചെറിയ അക്ഷരം Kയും ചെറിയ അക്ഷരം Gയും കൊണ്ടാണ്. അത് വ്യക്തമായിട്ട് നോക്കിക്കോണം. അപ്പോൾ നോക്കണം, മാസ് അല്ലെങ്കിൽ പിണ്ഡം, പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാമിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടു, സ്മോൾ ലെറ്റർ K, സ്മോൾ ലെറ്റർ G. മൂന്നാമത്തെ അടിസ്ഥാന യൂണിറ്റ് ആണ് സമയം. സമയം ടൈം. സമയത്തിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. സെക്കൻഡ് പ്രതീകം സ്മോൾ ലെറ്റർ S ആണ്. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, സെക്കൻഡ് പ്രതീകം സ്മോൾ ലെറ്റർ S. അടുത്തത് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയും. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രിക് കറണ്ട്. കറണ്ടിൻ്റെ SI യൂണിറ്റ് ആണ് ആംപിയർ. ആംപിയർ. അതിൻ്റെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ഓക്കെ ആണല്ലോ? അതിൻ്റെ പ്രതീകം എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ. അപ്പം ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആംപിയർ ആണ്. ആംപിയറിൻ്റെ പ്രതീകം എന്താണ്? അത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ഓക്കെ ആണല്ലോ? അടുത്തതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ താപനില നമ്മൾ കാണുന്നുണ്ട്. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, താപനില, ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്ന് പറയുന്നത് മൂന്നും ഒരേ ലേബലിൽ വരുന്നതാണ് താപനില, ടെമ്പറേച്ചർ. ആ താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിൻ്റെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഓക്കെ അല്ലേ? കെൽവിൻ ആണ്. കെൽവിൻ്റെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ K ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് പദാർത്ഥത്തിൻ്റെ അളവെന്നാണ്. പദാർത്ഥത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പദാർത്ഥത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിൻ്റെ അളവ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റാണ് മോൾ. പ്രതീകവും മോളാണ്. ക്ലിയർ ആണേ? പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റ് മോളാണ്, പ്രതീകവും മോളാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റ് ചോദിക്കുമ്പോൾ MOLE എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ പ്രതീകം പറയുന്ന സമയത്ത് നമുക്ക് ഇല്ല, MOLE ഉള്ളൂ. വ്യക്തമാണല്ലോ? അപ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുകയാണ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റ് MOLE എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ പ്രതീകം MOL. ക്ലിയർ ആണല്ലോ? അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റ് മോളാണ്. അത് MOLE ആണ് യൂണിറ്റ്. പ്രതീകവും മോളാണ്, പക്ഷേ അത് MOL ആണ് പ്രതീകം. അടുത്ത ആളാരാണെന്ന് ചോദിച്ചാൽ അടുത്ത ആളാണ്
പ്രകാശ തീവ്രത, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ആള്. പ്രകാശ തീവ്രത, ലൂമിനസ് ഇൻറ്റൻസിറ്റി. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് ക്യാൻറ്റില എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് ക്യാൻറ്റില. അതിൻ്റെ പ്രതീകം ചെറിയ സി ചെറിയ ഡി ആണ്. അപ്പോൾ പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് ക്യാൻഡില, അതിൻ്റെ പ്രതീകം ചെറിയ സി ചെറിയ ഡി. നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എണ്ണം എന്ന് പറയുന്നത് നീളം 1, മാസ് 2, സമയം 3, കറണ്ട് 4, താപനില 5, പദാർത്ഥത്തിൻ്റെ അളവ് 6, പ്രകാശ തീവ്രത 7. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുന്ന 7 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? അത് SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണമാണ്. ഓക്കെ ആണേ, SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണമാണ് 7. SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണമാണ് 7. ഇപ്പോൾ SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ എണ്ണമാണ് 7. പക്ഷേ ജനറലി PSC അങ്ങനെ ചോദിക്കാറില്ല, SI യൂണിറ്റുകളുടെ എണ്ണമാണ് ചോദിക്കാറുള്ളത്. പക്ഷേ വ്യക്തമായിട്ട് പഠിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണമാണ് 7 എന്ന് പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ പരിശോധിച്ചു. ഇനി ഇതിൻ്റെ അകത്തുനിന്നുള്ള ചോദ്യസാധ്യത എന്താണെന്ന് ചോദിച്ചാൽ താഴെ പറയുന്നത് ഇപ്പം നമുക്ക് പൊതുവായി ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വിൽപ്പന്ന യൂണിറ്റുകളും ഇത്ര എണ്ണം ഉണ്ടോ പഠിക്കാൻ? വിൽപ്പന്ന യൂണിറ്റുകൾ ജനറലി അങ്ങനെ എണ്ണം പറയാറില്ല. എണ്ണം പറയുന്നതിൽ തെറ്റില്ല, പക്ഷെ അങ്ങനെ ജനറലി എണ്ണം പറയാറില്ല. അപ്പോൾ ഇവിടുന്ന് ചോദ്യസാധ്യത എന്താണെന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ അടിസ്ഥാന യൂണിറ്റിൽ പെടുന്നതേത്? അതായിരിക്കും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ടൈപ്പ് താഴെ പറയുന്നവയിൽ അടിസ്ഥാന യൂണിറ്റിൽ പെടാത്തതേത്? നമുക്ക് സിമ്പിളായിട്ട് ഈ 7 എണ്ണം പഠിച്ചു വച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ 2 ക്വസ്റ്റ്യനും. നമ്മൾ ബാക്കിയുള്ള യൂണിറ്റുകളൊന്നും പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ. അപ്പോൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, 7 എണ്ണം അടിസ്ഥാന യൂണിറ്റുകളാണ്. അത് 7ൻ്റെയും പേരുകൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ ആണേ. ഇനി ഇപ്പോൾ നമ്മൾ SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ കണ്ടില്ലേ? ഈ SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളിൽ തന്നെ 2 ഉപ അളവുകൾ കൂടി പ്രസ്താവിക്കാറുണ്ട്. ആ 2 ഉപ അളവുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രതലകോൺ, 2 ഘനകോൺ. ഒന്ന് പ്രതലകോണും ഒന്ന് ഘനകോണും. ഒന്ന് പ്രതലകോൺ, ഒന്ന് ഘനകോൺ. അപ്പോൾ അടിസ്ഥാന അളവുകളുടെ ഭാഗമായി 2 ഉപ അളവുകൾ കൂടി പ്രസ്താവിക്കാറുണ്ട്. അതിലൊന്നാണ് പ്രതലകോൺ, ഒന്നാണ് ഈ പറയുന്ന ഘനകോൺ. അതായത് പ്ലെയിൻ ആംഗിളാണ് പ്രതലകോൺ, ഘനകോൺ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളാണ്. ഓക്കെ അല്ലേ? നമ്മൾ ചില പ്രധാന യൂണിറ്റുകളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. കാരണം സ്ഥിരം PSC പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകളാണ് ഈ പറയുന്നവയെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മുടെ വിവിധ ടോപ്പിക്കുകൾ നമ്മൾ മുമ്പോട്ട് പഠിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ ഈ യൂണിറ്റുകളെല്ലാം നമ്മൾ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ കിട്ടി എന്നുള്ള രൂപത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ ഈ യൂണിറ്റിൻ്റെ ഭാഗമായി ഈ യൂണിറ്റുകളെല്ലാം ഒരുമിച്ച് പഠിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് ദൂരം സ്ഥാനാന്തരം. ഈ ദൂരം സ്ഥാനാന്തരം, ദൂരത്തിൻ്റെ യൂണിറ്റ് എന്ത്, SI യൂണിറ്റ് എന്ത്, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോണം. അത് മീറ്റർ ആണ്. അപ്പോൾ ദൂരം സ്ഥാനാന്തരം എന്നെവിടെ കേട്ടാലും നിങ്ങൾ എഴുതേണ്ട SI യൂണിറ്റ് ഏതാണ്? മീറ്റർ എന്നാണ്. അടുത്തത് പ്രവേഗം, വേഗത. ദൂരം സ്ഥാനാന്തരം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആണെങ്കിൽ പ്രവേഗവും വേഗതയും വെലോസിറ്റിയും സ്പീഡുമാണ്. ക്ലിയർ ആണ്? നമ്മൾ ഓരോരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതിന് എന്താണെന്ന് വ്യക്തമായി പഠിക്കുക. അത് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ ജസ്റ്റ് എൻ്റെ യൂണിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പ്രവേഗം, വേഗത രണ്ടിൻ്റെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗമായാലും വേഗതയായാലും അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ത്? ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ പറയുന്ന പ്രവേഗവും ത്വരണവും ഇടയ്ക്കിടയ്ക്ക് PSC പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ ഏതൊക്കെ? ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുപോലെ മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്ത്? മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? പാസ്കലാണ്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് ആണ് ഏത്? പാസ്കൽ. പ്രവൃത്തി, ഊർജം, താപോർജം. പ്രവൃത്തി, ഊർജം, താപം. താപോർജം എന്ന് പറഞ്ഞാൽ താപം. ഇപ്പോൾ പ്രവൃത്തി ആയാലും ഊർജം ആയാലും താപമായാലും മൂന്നിൻ്റെയും SI യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഇപ്പോൾ പ്രവൃത്തി ആയാലും ഊർജമായാലും താപമായാലും മൂന്നിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ. ഇപ്പോൾ പ്രവൃത്തി, ഊർജം, താപം മൂന്നിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ്. അടുത്തത് പവറിൻ്റെ SI യൂണിറ്റ് ഏത്? പവറിൻ്റെ SI യൂണിറ്റ് ആണ് വാട്ട്. പവറിൻ്റെ SI യൂണിറ്റ് ആണ് ഏത്? വാട്ട്. ഇപ്പോൾ പവറിൻ്റെ SI യൂണിറ്റ് വാട്ട്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് നേരത്തെ നിങ്ങൾ കേട്ടത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. അത് കറണ്ട് ആണെങ്കിൽ ഇവിടെ ചാർജിൻ്റെ യൂണിറ്റ് ചോദിക്കാം. ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. കൂളോം ചാർജിൻ്റെ യൂണിറ്റ് ആണ് ഏത്? കൂളോം. ക്ലിയർ ആണേ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. പ്രവേഗം, വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. പ്രവൃത്തി, ഊർജം, താപം എന്നിവയുടെ യൂണിറ്റ് എല്ലാം തന്നെ ജൂളാണ്.
പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ഇനി പവർ വാട്ട് എന്ന് നമ്മൾ പറഞ്ഞു, എന്നാൽ യാന്ത്രിക പവറിൻ്റെ യൂണിറ്റ് എന്ന് ചോദിക്കാം. യന്ത്രങ്ങളുടെ പവർ പറയുന്ന യൂണിറ്റ് ഏത്? യന്ത്രങ്ങളുടെ പവർ പറയുന്ന യൂണിറ്റാണ് അത് വാട്ടല്ല, അത് കുതിരശക്തി എന്ന് പറയും, ഹോഴ്സ് പവർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? യന്ത്രങ്ങളുടെ പവർ പറയുന്ന യൂണിറ്റ് ഏത്, SI യൂണിറ്റ് ഏതെന്ന് പറഞ്ഞാൽ അത് കുതിരശക്തിയാണ്, അല്ല എങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയാം, ഹോഴ്സ് പവർ. ഇനി ഒരു കുതിരശക്തി എത്ര വാട്ടിന് തുല്യമാണ് എന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. 746 വാട്ടിന് തുല്യം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ 746 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ യന്ത്രങ്ങളുടെ പവർ പറയുന്ന യൂണിറ്റ് ആണ് ഏത്? അത് കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടിന് ഇക്വലൻ്റ് ആണ്? 746 വാട്ടിന് ഇക്വലൻ്റ് ആണ്. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, വൈദ്യുത പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും ശ്രദ്ധിച്ചോണം, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും EMFിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും വോൾട്ടേജിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും വോൾട്ടാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ്, EMFിൻ്റെ യൂണിറ്റ്, അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസം, EMF, വോൾട്ടത അഥവാ വോൾട്ടേജ്, മൂന്നിൻ്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ടാണ്. ക്ലിയർ ആണ്? ശബ്ദ തീവ്രതയുടെ യൂണിറ്റ്, സ്ഥിരം ക്വസ്റ്റ്യൻ, ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. അതോടൊപ്പം തന്നെ ഒന്നുകൂടെ പഠിച്ചു വെച്ചേക്കണം, ഉച്ചതയുടെ യൂണിറ്റും ഡെസിബലാണ്. അപ്പോൾ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബലാണ്. ശബ്ദ തീവ്രത അല്ലെങ്കിൽ ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ആവൃത്തി അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ് ആണ്. ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഏത്? ഡയോപ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. ക്ലിയർ ആണ്? അടുത്ത റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ബെക്വറൽ, ക്യൂറി എന്നിവ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ബെക്വറൽ, ക്യൂറി എന്നിവ. അതിൽ തന്നെ ജനറലി SI യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ബെക്വറലാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ആണ് ബെക്വറൽ. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ഏത്? ബെക്വറലാണ്. ക്ലിയർ ആണ്? റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഏത്? ബെക്വറൽ എന്ന് പറയുന്ന യൂണിറ്റ്. അടുത്തത് ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ യന്ത്രങ്ങളുടെ പവർ പറയുന്ന യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. ഒരു ഹോഴ്സ് പവർ സമം 746 വാട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം, അതിനോടൊപ്പം നമ്മൾ പഠിച്ചത് EMFിൻ്റെ യൂണിറ്റ് ചോദിച്ചാലും വോൾട്ടതയുടെ യൂണിറ്റ് ചോദിച്ചാലും എല്ലാം വോൾട്ടാണ്. അടുത്ത ശബ്ദ തീവ്രത മാത്രമല്ല, അതിനോടൊപ്പം ഉച്ചതയുടെ യൂണിറ്റ് ചോദിച്ചാലും അത് ഡെസിബലാണ്. ആവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഹെഡ്സ് ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ അത് ഡയോപ്റ്ററാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ബെക്വറലാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രധാന യൂണിറ്റുകളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രായോഗിക യൂണിറ്റുകളാണ്. ഓക്കെയാണ്? പ്രായോഗിക യൂണിറ്റുകൾ എന്ന ഭാഗത്ത് പഠിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രകാശവർഷം പഠിക്കാനുണ്ട്, അതുപോലെ പാർസെക്ക് പഠിക്കാനുണ്ട്, അതുപോലെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിക്കാനുണ്ട്. ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും പ്രായോഗിക യൂണിറ്റുകളുടെ കീഴിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂണിറ്റിൻ്റെ കൺവേർഷനും നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രായോഗിക അളവുകൾ, ഒന്നാമത്തതാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രകാശം, വർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരമാണ് പ്രകാശവർഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലൈറ്റ് ഇയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരമാണ് പ്രകാശവർഷം, ലൈറ്റ് ഇയർ. ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ദൂരമളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം എന്നുള്ളതാണ്. ദൂരമളക്കുന്ന യൂണിറ്റാണ് ഏത്? പ്രകാശവർഷം. ദൂരമളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. അതുപോലെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ക്ലിയർ ആണ്? നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. പ്രധാനമായും നക്ഷത്രങ്ങൾ ദൂരം അളക്കാനാണ് പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. ഇനി നമുക്കറിയാം ദൂരം അളക്കുന്ന SI യൂണിറ്റ് മീറ്റർ ആണ്, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. എങ്കിൽ ഒരു പ്രകാശവർഷം എന്തിനു തുല്യമാണ്? ഒരു പ്രകാശവർഷം 9.46 × 10⁻15 മീറ്ററിന് തുല്യമാണ്. ക്ലിയർ ആണ്? 9.46 × 10⁻15 മീറ്ററിന് തുല്യമാണ്. 9.46 × 10⁻15 മീറ്ററിന് തുല്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണേ. പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരമാണ് എങ്കിൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. പ്രകാശവർഷം ദൂരമളക്കുന്ന യൂണിറ്റാണ്. ഒരു പ്രകാശവർഷം എത്ര മീറ്റർ എന്ന് ചോദിച്ചാൽ 9.46 × 10⁻15 മീറ്റർ. അപ്പോൾ അടുത്ത ആളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തതാണ് പാർസെക്ക് എന്നറിയപ്പെടുന്നത്, പാരാലിറ്റിക് സെക്കൻഡ് എന്നറിയപ്പെടുന്ന, പാരലാക്സ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന പാർസെക്ക്. ഓക്കെയാണ്? ഏതൊക്കെ പേരിൽ അറിയപ്പെടും? പാർസെക്ക്, പാരാ സെക്കൻഡ്, അതുപോലെ പാരാലിറ്റിക് സെക്കൻഡ്, പാരലാക്സ് സെക്കൻഡ്. ഈ രീതികളിൽ എല്ലാം അറിയപ്പെടുന്നു പാർസെക്ക്. ഓക്കെയാണ്?
അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ്, അങ്ങനെ ഒരു ചോദ്യം ഈ അടുത്തായിട്ട് പാർസെക്കൻഡിന് കിട്ടി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് പാർസെക്ക്. ക്ലിയർ ആയിട്ട് കേട്ടോണം, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് പാർസെക്ക്. ഗാലക്സികൾ എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഭൂമി സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. സൗരയൂഥം എന്ന് പറഞ്ഞാൽ സൂര്യനും അഷ്ടഗ്രഹങ്ങളും ചേർന്നതാണ് സൗരയൂഥം. അങ്ങനെയുള്ള ഏകദേശം 13 നക്ഷത്ര സമൂഹങ്ങൾ ചേർന്നതാണ് നമ്മൾ അധിവസിക്കുന്ന ഗാലക്സി എന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സി ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയാണ്. അപ്പോൾ ഒരു നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ സൗരയൂഥത്തെ വെച്ച് നോക്കുമ്പോൾ ഗാലക്സി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം 13 സൗരയൂഥങ്ങൾ ക്ഷീരപഥത്തിലുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും 13 സൗരയൂഥങ്ങൾ ചേർന്നതാണ് നമ്മുടെ ക്ഷീരപഥം എന്ന ഗാലക്സി എന്ന് പറയാം. അപ്പോൾ ഗാലക്സി എത്രയോ വലുതാണ്. അങ്ങനെയുള്ള 2 ഗാലക്സികൾക്കിടയിലെ ദൂരം അളക്കുന്ന യൂണിറ്റുകളാണ് പാർസെക്ക് എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് പാർസെക്ക് എന്ന് പറയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ഏത് തന്നെയായിരിക്കും? പാർസെക്ക് തന്നെയായിരിക്കും. ക്ലിയർ ആണേ? ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ഏതായിരിക്കും? പാർസെക്ക് ആയിരിക്കും. ഇനി നമുക്കറിയാം പാർസെക്കും ദൂരം അളക്കുന്ന യൂണിറ്റ് തന്നെയാണ്. ദൂരം അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണ്. ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി ഇത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ വലിയൊരു സംഖ്യ കിട്ടുന്നതിനാൽ നമ്മൾ ഈ പാർസെക്കിനെ പ്രകാശവർഷത്തിലേക്കാണ് മാറ്റുന്നത്. ക്ലിയർ ആണേ? അങ്ങനെ ഒരു പാർസെക്ക് എത്ര പ്രകാശവർഷത്തിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ അത് 3.2 പ്രകാശവർഷത്തിന് തുല്യമാണ്. അങ്ങനെ ഒരു പാർസെക്ക് എത്ര പ്രകാശവർഷത്തിന് തുല്യമാണെന്ന് ചോദിച്ചാൽ അത് 3.26 പ്രകാശവർഷത്തിന് തുല്യമാണെന്ന് പറയേണ്ടി വരും. ഓക്കെ ആണേ? അപ്പോൾ ഒരു പാർസെക്ക് എന്തിന് തുല്യം? 3.26 പ്രകാശവർഷത്തിന് തുല്യം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രിയ ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ മീറ്ററിലേക്ക് മാറ്റാൻ 3.26നെ ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻15 മീറ്റർ എന്ന ഗണത്തിലേക്ക് മാറ്റുമ്പോൾ അതൊരു വലിയൊരു സംഖ്യയിലേക്ക് അത് മാറുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ക്ലിയർ ആണേ? അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് പറയാതെ ഒരു പാർസെക്കിന് എന്തായിട്ടാണ് പറയുന്നത്? പ്രകാശവർഷമായിട്ടാണ് പറയുന്നത്. 3.26 പ്രകാശവർഷം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് പാർസെക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റായിട്ട് കാണപ്പെടുന്നതും കണക്കാക്കുന്നതും പാർസെക്കിനെയാണ്. ആ ഒരു പാർസെക്ക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷത്തിന് തുല്യമാണ്. അടുത്ത യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റാണ്. ഓക്കെ ആണല്ലോ? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള ദൂരമായിരിക്കണം, ഏകദേശം ഇവർ തമ്മിലുള്ള ദൂരമായിരിക്കണം ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത് എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തായിരിക്കും? അത് ഇവർ തമ്മിലുള്ള ദൂരമായിട്ടുള്ള 15 കോടി കിലോമീറ്ററിന് തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തിനു തുല്യമായിരിക്കും? 15 കോടി കിലോമീറ്ററിന് തുല്യമായിരിക്കും. വ്യക്തമാണല്ലോ? അപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആ അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്ന റെപ്രസെൻറ്റേഷൻ കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് അവരെ കാണിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത് AU ആണ്. ഒരു AU എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്ററിന് തുല്യമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് പ്രകാശവർഷമാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരമാണ്. ദൂരമളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. പ്രകാശവർഷം ദൂരമളക്കുന്ന യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രകാശവർഷം 9.46 × 10⁻15 മീറ്ററിന് തുല്യമാണ്. രണ്ടാമത്തതാണ് പാർസെക്ക്. പാരാലെറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാരലാക്സ് സെക്കൻഡ്, ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് ഏത്? പാർസെക്ക് അല്ലെങ്കിൽ പറയുന്നത്. പാർസെക്കൻഡ് എന്ന് പറയുന്നതിനും തെറ്റില്ല. പാർസെക്ക് അല്ലെങ്കിൽ പാർസെക്കൻഡ്. ഒരു പാർസെക്ക് 3.2 പ്രകാശവർഷത്തിന് ഇക്വലൻ്റ് ആണ്. അത് കാണുമ്പോൾ തന്നെ വലിയൊരു സംഖ്യയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ദൂരമളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റാണ് ഇത് പാർസെക്ക് എന്ന് പറയുന്നത്. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. AU എന്ന് റെപ്രസെൻ്റ് ചെയ്യും ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്ററിന് തുല്യമാണ്. ഓക്കെ അല്ലേ? ഇനി കുറച്ച് കൺവേർഷനുകളാണ്, നിങ്ങൾക്ക് ബേസായിട്ട് അറിയുന്നതായിരിക്കും, എന്നാലും യൂണിറ്റ് എന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആണേ? 1 കിലോമീറ്റർ എത്ര മീറ്ററാണ്? ഓക്കെ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററിന് ഇക്വലൻ്റ് ആണ്. 1000 എന്ന് പറയുന്നത് 10⁻3 ആയതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10⁻3 മീറ്ററിന് തുല്യമാണ്. 10⁻3 മീറ്ററിന് തുല്യമാണ്. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം ഒന്ന് നോക്കാം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ഓക്കെ അല്ലേ?
ഒരു മീറ്റർ 100 സെൻറ്റിമീറ്ററിന് തുല്യമാണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്ററിന് തുല്യമായിരിക്കും. ആ 2 പൂജ്യം മുകളിൽ പോവാണ്. അതായത് 10ൻ്റെ സ്ക്വയർ അല്ലേ 100. ഇപ്പോൾ 10⁻². ആ 10⁻² മുകളിൽ പോകുമ്പോൾ എന്താവും? 10⁻². അങ്ങനെയാണ് ഒരു സെൻറ്റിമീറ്റർ 10⁻² മീറ്ററായി മാറുന്നത്. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ എത്രയാണ്? 10⁻² മീറ്റർ. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പഠിക്കാം. അതായത് ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ പഠിക്കാം. ജനറലി PSC പരീക്ഷകൾ കൺവേർഷൻ തരുമ്പോൾ ഇങ്ങനെയാണ് തരാറുള്ളത്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൺവേർഷൻ തരുന്നത്. സെൻറ്റിമീറ്ററാണ് പലപ്പോഴും തരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഇവിടെ എടുത്തിരിക്കുന്നത് മാത്രം. ഇനി അടുത്ത് ഒരു മില്ലിമീറ്റർ 10⁻³ മീറ്ററിന് തുല്യമാണ്. അത് നമുക്ക് ഇവിടെ കാണാം. ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്ററാണ് അല്ലേ? അപ്പോൾ ഒരു മില്ലിമീറ്റർ എന്ന് പറയുമ്പോഴോ 1/1000 മീറ്ററാണ്. 10⁻³ മീറ്റർ അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ. സെറ്റാണല്ലോ? പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറും. അടുത്ത് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററിന് തുല്യമാണ്. നേരത്തെ പോലെ തിരിച്ചും പറയാം. ഞാനിപ്പോൾ അങ്ങോട്ട് നിങ്ങൾ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററിന് തുല്യമാണ്. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററിന് തുല്യമാണ്. ഓക്കെ ആണേ? അടുത്ത നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്ററിന് തുല്യമാണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്ററിന് തുല്യമാണ്. ക്ലിയർ ആണേ? 10⁻⁻9. അടുത്ത നമ്മൾ ആങ്സ്ട്രത്തിലാണ് കിടക്കുന്നത്. ആങ്സ്ട്രം എന്ന് പറയുന്നത് ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്ററാണ്. ഓക്കെ ആണേ? ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്ററിന് തുല്യമാണ്. അടുത്തത് ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്ററിന് തുല്യമാണ്. ഒരു പൈക്കോമീറ്റർ എന്താണ്? 10⁻12 മീറ്ററിന് തുല്യമാണ്. അടുത്തത് ഒരു ഫെർമി മീറ്റർ എന്ന് പറയുന്നത് 10⁻15 മീറ്ററിന് തുല്യമാണ്. ഒരു ഫെർമി മീറ്റർ എന്ന് പറയുന്നത് 10⁻15 മീറ്ററിന് തുല്യമാണ്. ഓക്കെ ആണേ? നമ്മൾ ഒന്നുകൂടെ സമാധാനത്തിൽ പഠിക്കുകയാണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ. അത് ആദ്യമേ മനസ്സിൽ വെച്ചേക്കണം. 1 കിലോമീറ്റർ എത്ര മീറ്റർ? 1000 മീറ്റർ. അതായത് 10⁻3 മീറ്റർ. ഓക്കെ അല്ലേ? 10⁻3 മീറ്റർ. ഒരു സെൻറ്റിമീറ്റർ 10⁻2 മീറ്ററാണ്. ഒരു സെൻറ്റിമീറ്റർ 10⁻2 മീറ്റർ. ഒരു മില്ലിമീറ്റർ 10⁻3 മീറ്ററാണ്. ഒരു മില്ലിമീറ്റർ 10⁻3 മീറ്റർ. ഒരു മൈക്രോമീറ്റർ 10⁻6 മീറ്ററാണ്. ഒരു മൈക്രോമീറ്റർ 10⁻6 മീറ്റർ. ഒരു നാനോമീറ്റർ 10⁻9 മീറ്ററിന് തുല്യമാണ്. ഒരു നാനോമീറ്റർ 10⁻9 മീറ്ററിന് തുല്യമാണ്. ഒരു ആങ്സ്ട്രം 10⁻10 മീറ്ററിന് തുല്യം. ഒരു ആങ്സ്ട്രം 10⁻10 മീറ്റർ. ഒരു പൈക്കോമീറ്റർ 10⁻12 മീറ്റർ. ഒരു പൈക്കോമീറ്റർ 10⁻12 മീറ്റർ. ഒരു ഫെർമി മീറ്റർ 10⁻15 മീറ്റർ. ഒരു ഫെർമി മീറ്റർ 10⁻15 മീറ്റർ. ഓക്കെ ആണല്ലോ? അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തന്നത്. ബുദ്ധിമുട്ടാക്കാൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് റിവൈസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ ആണേ? ഇതുപോലുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൂടെ ഉണ്ട്. അതായത് ഒരു മൈൽ എത്ര കിലോമീറ്ററിന് തുല്യമാണെന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു മൈൽ 1.609 കിലോമീറ്ററാണ്. ഓക്കെ ആണേ? ഒരു മൈൽ 1.609 കിലോമീറ്റർ. ഒന്നുകൂടെ കേട്ടോണം. ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്റർ. അതുപോലെ ഒരു നോട്ടിക്കൽ മൈൽ ചോദിക്കാറുണ്ട്. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. തിരിയരുത്. ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്റർ. ഒരു മൈൽ 1.609 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ. ക്ലിയർ ആണേ? ഒരു ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ. ഒരു ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ അത് മീറ്ററിലേക്ക് മാറ്റാൻ. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ അറിയാം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കൊളാക്കുന്നില്ല. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു ബേസിലേക്ക് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ് ഒരു ഇഞ്ച്. ഒരു അടി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോണം 30.5 സെൻറ്റിമീറ്റർ. ഒരു അടി എന്ന് പറയുന്നത് 30.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ചാണ്. ഒരു അടി എന്ന് പറയുന്നത് 30.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ചാണ്. ഒരു മീറ്റർ 3.28 അടിയാണ്. ഒരു മീറ്റർ എത്രയാണ്? 3.28 അടി. ഇപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് 3.28 അടിയാണ്. ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്.
ഒരു അടി എന്ന് പറയുന്നത് 30.5 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 12 ഇഞ്ചാണ്. 1 മീറ്റർ 3.28 അടിയാണ്. ഇനി ഈ അളവുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഭാഗം 3 പ്രധാനപ്പെട്ട പദങ്ങളാണ്. കാരണം 2021 തൊട്ട് 23 വരെ പരിശോധിക്കുമ്പം ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം പുതുതായിട്ട് വന്നിരുന്നു. 10th ലെവൽ പരീക്ഷകൾക്ക് പോലും വന്നിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഭാഗമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന 3 പദങ്ങളാണ്. സിമ്പിളാണ്. ഒന്ന് ലീസ്റ്റ് കൗണ്ട്, ഒന്ന് ആക്യുറസി, ഒന്ന് പ്രിസിഷൻ. ലീസ്റ്റ് കൗണ്ട്, കൃത്യത കൊണ്ട് എന്താണെന്ന് നമുക്ക് മലയാള പദം വേണമെങ്കിൽ വിഭേദന പരിധി അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. വിഭേദന പരിധി അല്ലെങ്കിൽ റെസൊല്യൂഷൻ നമുക്ക് എന്താണ് ചർച്ച ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അതായത് നമ്മളെല്ലാവർക്കും നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു ക്ലാസ് പഠിക്കുമ്പോൾ നമുക്കൊരു സ്കെയിലുണ്ട്. ജോമെട്രി ബോക്സിൻ്റെ അകത്തൊരു സ്കെയിലുണ്ട്. മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ള ചെറിയ സ്കെയിലാണ്. 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലായിരിക്കും ഉണ്ടാകുന്നത്. 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ മെഷർമെൻറ്റും ഓരോ സെൻറ്റിമീറ്ററാണ് അല്ലേ. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. ആ 0 മുതൽ 1 സെൻറ്റിമീറ്റർ വരെ എത്ര ഡിവിഷൻ ഉണ്ട്? അത് ഓരോന്നും 1 മില്ലിമീറ്ററാണ്. ക്ലിയർ ആണ്. അതായത് നമ്മൾ സ്കെയിൽ സങ്കല്പിക്കുന്ന സമയത്ത് ഇതാണ് 0 എങ്കിൽ ഇങ്ങനെ 10 ഡിവിഷൻ കഴിയുമ്പോഴാണ് നമുക്കൊരു സെൻറ്റിമീറ്റർ ആവുന്നത്. അപ്പോൾ ആ ഓരോ ഡിവിഷനും എത്രയാണ്? 1 മില്ലിമീറ്ററാണ്. ക്ലിയർ അല്ലേ? 1 മില്ലിമീറ്ററാണ്. കാരണം 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് നമുക്കൊരു സെൻറ്റിമീറ്റർ ആവുന്നത്. അപ്പോൾ ഓരോ ലൈനും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ ലൈനും എത്രയായിരിക്കും? അത് 1 മില്ലിമീറ്റർ ആയിരിക്കും. അതായത് ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആയി. അതായത് ആ സ്കെയിൽ കൊണ്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് എത്രയാണ്? അത് 1 മില്ലിമീറ്റർ ആണെന്നാണ്, അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? ഇതാണ് ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ വിഭേദന പരിധി അല്ലെങ്കിൽ റെസൊല്യൂഷൻ കൊണ്ട് അർത്ഥമാക്കും. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് അത് ലീസ്റ്റ് കൗണ്ട്. ക്ലിയർ ആണേ? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളത്. ഓക്കെ ആണേ? ഇനി ആക്യുറസി, കൃത്യത. സിമ്പിളാണ്. ഈ ഒരു പേനയുടെ ഈ പേന നിർമ്മിച്ചിരിക്കുന്ന മാനുഫാക്ചേഴ്സ് ഈ പേനയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു തൽക്കാലം. 10 സെൻറ്റിമീറ്റർ ഞാൻ അളന്നെടുത്തപ്പോൾ 10.1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അതായത് ഇവരോട് പറഞ്ഞതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിലയാണ് എനിക്ക് കിട്ടിയത്. 10.1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഈ യഥാർത്ഥ വില 10 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഞാൻ അളന്നെടുത്ത വില 10.1 ആയിരുന്നു. ഈ അളന്നെടുത്ത വിലയ്ക്ക് യഥാർത്ഥ അളവിനോടുള്ള സാമീപ്യം എത്രത്തോളമുണ്ട്, അതാണ് കൃത്യത കൊണ്ട് അളക്കുന്നത്. ക്ലിയർ ആണേ? അതായത് അളന്നെടുക്കുന്ന അളവും അതിൻ്റെ യഥാർത്ഥ അളവും തമ്മിലുള്ള സാമീപ്യമാണ് കൃത്യത എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അവർ കമ്പനി ഉണ്ടാക്കിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അളവ്. പക്ഷെ ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു അളവാണ്. ഞാൻ വീണ്ടും അളന്നപ്പോഴും എനിക്ക് അത് തന്നെ കിട്ടി. അതായത് ആ യഥാർത്ഥ അളവിനോട് എത്രത്തോളം സാമീപ്യമുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് കൃത്യത എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? 10 എന്ന് പറഞ്ഞാലും 10.1 ഉണ്ട്, അത് നമുക്ക് വിഷയമല്ല. അപ്പോൾ അതാണ് ഏത്? കൃത്യത. ഇനി ഞാൻ ഇതേ വസ്തു ഞാൻ 4-5 വട്ടം ഇങ്ങനെ അളക്കുകയാണെന്ന് വിചാരിച്ചു. അളന്നു. അപ്പോൾ എനിക്ക് 4-5 തവണയും ഓരോരോ വിലകൾ കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ റീഡിംഗ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ ആദ്യം അളന്നപ്പോൾ എനിക്ക് കിട്ടിയത് 10.1. പിന്നെ അളന്നപ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടെ നോക്കി അളന്നപ്പോൾ 10.15 എന്ന് കിട്ടി, 10.2 എന്ന് കിട്ടി, 10.3 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കിയേ പല പല വിലകൾ കിട്ടിയില്ലേ? ഇവിടെ ഞാനിങ്ങനെ കൃത്യമായിട്ടിങ്ങനെ ആഴത്തിൽ നോക്കിയ സമയത്ത് എനിക്കതിനെ പ്രിസൈസ് ആയിട്ടുള്ള വിലയാണ് കിട്ടുന്നത്. കാരണം ഡെസിമൽ പോയിന്റ് കൂടുക എന്ന് പറയുന്നത് അത് അത്രത്തോളം സൂക്ഷ്മമായി ഞാൻ പരിശോധിച്ചുകൊണ്ടല്ലേ. ആ വാക്കാണ് ഏത്? സൂക്ഷ്മത. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. അളന്നെടുക്കുന്ന ഒന്നിലധികം റീഡിങ്ങുകൾ തമ്മിലുള്ള സമാനത. ക്ലിയർ ആണേ? നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അളന്നെടുത്തു. അങ്ങനെ അളന്നെടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വിഭേദന പരിധി, അതായത് ലീസ്റ്റ് കൗണ്ടില്ലേ, ഞാനിപ്പം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഉപകരണം വെച്ചാണ് ഞാനിന്ന് അളക്കുന്നതെങ്കിൽ ഇപ്പം എനിക്കറിയാം ഈ ഒരു പേന 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്നുള്ളത് ശരിക്കുള്ള അളവ്, യഥാർത്ഥ അളവ് ഇതാണെന്ന് എനിക്കറിയാം. ഞാൻ സാധാരണ സ്കെയിൽ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് എൻ്റെ ലീസ്റ്റ് കൗണ്ട്. അതിനേക്കാൾ ചെറിയ അളവ് വെച്ച് നോക്കിയാലോ? അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ഒരു വിലയിലേക്ക് എത്തത്തില്ലേ? ആ വില എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് സൂക്ഷ്മത. അപ്പോൾ അളന്നെടുക്കുന്ന ഒന്നിലധികം റീഡിങ്ങുകൾ തമ്മിലുള്ള സമാനത, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൂക്ഷ്മത. അവിടെ ലീസ്റ്റ് കൗണ്ട് കൂടുമ്പോൾ എന്ത് കൂടും? പ്രിസിഷൻ കൂടും. ആ ലീസ്റ്റ് കൗണ്ടിനെയാണ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ വിഭേദന പരിധി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണേ? ലീസ്റ്റ് കൗണ്ട് കൂടുന്തോളും അല്ലെങ്കിൽ വിഭേദന പരിധി കൂടുന്തോളും, ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ സാധാരണ ഒരു ബൈനോക്കുലർ ഉണ്ടെന്ന് വിചാരിച്ചോ. സാധാരണ ഒരു ബൈനോക്കുലർ അത് വെച്ചിട്ട് ഞാൻ ചന്ദ്രനെ നോക്കുന്നതെന്ന് വിചാരിച്ചോ.
അതേ സെയിം എഫക്റ്റ് ആണ് നിങ്ങൾ ടെലസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. 10 മടങ്ങുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യൂലേ? അതെന്തുകൊണ്ടാണ്? സൂക്ഷ്മത കൂടിയതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യമേ കേട്ടോണം, അളന്നെടുക്കുന്ന ഒന്നിലധികം റീഡിങ്ങുകൾ തമ്മിലുള്ള സമാനതയാണ് ഏത്? ഈ പറയുന്ന സൂക്ഷ്മത എന്ന് പറയുന്നത്. വിഭേദന പരിധി റെസൊല്യൂഷൻ കൂടുന്തോളും പ്രിസിഷൻ കൂടിക്കൊണ്ടിരിക്കും. രണ്ടും ക്ലിയർ ആണ്. ഒരളവ് അളന്നെടുത്തു, ഞാൻ അളക്കെടുക്കുന്ന അളവിനോട് സമാനമായിട്ടുള്ള അളവാണ് ആ പറയുന്ന യഥാർത്ഥ അളവിനുള്ളെങ്കിൽ ആ സാമീപ്യത്തെ വിളിക്കുന്ന പേര് കൃത്യത. ഞാൻ കുറേ അളവുകൾ ഇങ്ങനെ അളന്നെടുത്തു, അതിൽ സൂക്ഷ്മമായിട്ടുള്ള അളവുകൾ നോക്കുമ്പോൾ അതിനുള്ള സാമീപ്യമാണ് സൂക്ഷ്മത എന്ന് വിളിക്കുന്നത്. സൂക്ഷ്മതയ്ക്ക് എന്താണ് ഇവിടെ അറിയേണ്ടതെന്ന് വെച്ചാൽ വിഭേദന പരിധി കൂടുന്തോറും സൂക്ഷ്മത കൂടും, പ്രിസിഷൻ കൂടും. ഇനി ഞാൻ തരാമെന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം, കാരണം PSCയുടെ ക്വസ്റ്റ്യൻ ആണത്. ഒന്ന് നോക്കിക്കേ. ഒരു വസ്തുവിൻ്റെ നീളം യഥാർത്ഥത്തിൽ 5.75 സെൻറ്റിമീറ്റർ. 5.75 സെൻറ്റിമീറ്റർ അതാണ് ശരിക്കുള്ള അളവ്. അതവർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 2 വ്യത്യസ്ത അളവ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളന്നപ്പോൾ കിട്ടിയ അളവുകൾ യഥാക്രമം 5.6 സെൻറ്റിമീറ്ററും 5.55 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ ആണേ? 5.6 ഉണ്ട്, 5.55. ഇതിലേതാണ് കൂടുതൽ സൂക്ഷ്മത? ശ്രദ്ധിച്ച് കേട്ടോണം. ഈ രണ്ട് സംഖ്യയിൽ യഥാർത്ഥ അളവിനോട് ചേർന്ന് നിൽക്കുന്ന അളവ് 5.6 ആണ്. അതായത് സാമീപ്യം കൂടുതലാണ് യഥാർത്ഥ അളവുമായി. ആ അളവ് എന്തായിരിക്കും? ആ അളവ് കൃത്യമായ അളവായിരിക്കും, അതായത് അത് ആക്യുറേറ്റ് ആയിരിക്കും. അവർ ചോദിച്ചെങ്ങനെ എന്താണ്? പ്രിസൈസ്. ഇനി 5.55 സെൻറ്റിമീറ്റർ എന്നൊരു ഉത്തരം കിട്ടണമെങ്കിൽ ആ ഉപകരണത്തിൻ്റെ വിഭേദന പരിധി റെസൊല്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മത 5.55 ആണ്. 5.55 സെൻറ്റിമീറ്റർ ആയിരിക്കും സൂക്ഷ്മത. ക്ലിയർ അല്ലേ? കാരണം 5.6 കിട്ടിയുള്ളൂ. 5.55 കിട്ടണമെങ്കിൽ ഡെസിമൽ പോയിന്റ് കൂടുതൽ കിട്ടി. അത്രയും നല്ല ഉപകരണം, വിഭേദന പരിധി കൂടിയ ഉപകരണമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആർക്കാണ് സൂക്ഷ്മത? 5.55. എന്നാൽ ഏതാണ് ആക്യുറേറ്റ്, കൃത്യം? 5.6. പറയുന്ന ക്ലിയറാണ് വ്യത്യാസം? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ പഠിച്ചോണം. യഥാർത്ഥ അളവിനോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അളവായിരിക്കും കൃത്യമായ അളവ്. അവിടെ ആ യഥാർത്ഥ അളവാണ്, അത് ചേർന്ന ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ പോലും കൂടുതൽ ഡെസിമൽ പോയിന്റ് കിട്ടും. അതായിരിക്കും കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടുള്ള അളവ്. അതായത് അത്രത്തോളം ആഴത്തിലുള്ള അളവ് ഏതായിരിക്കും? 5.55 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിൻ്റെ ഉത്തരം ഏതാണ്? 5.55 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണേ? ഇനി അളവുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഭാഗമാണ് അദിശ അളവുകളും സദിശ അളവുകളും. ക്ലിയർ ആണേ? അദിശ അളവുകളും സദിശ അളവുകളും. സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റി. രണ്ട് പ്രധാനപ്പെട്ട അളവുകളാണ് അദിശ അളവുകളും സദിശ അളവുകളും. നമുക്ക് ജനറലി നോക്കാം. ഇപ്പോൾ സമയം 11 മണിയാണ് എന്ന് സങ്കല്പിക്കുക. 11 മണി എന്ന സമയത്തോടൊപ്പം നമ്മൾ ദിശ പ്രസ്താവിക്കാറുണ്ട്. 11 മണി വടക്കോട്ടാണ്, 11 മണി തെക്കോട്ടാണ്, ഇല്ലല്ലോ. അപ്പോൾ ചില അളവുകൾക്ക് ദിശയ്ക്ക് പ്രാധാന്യം ഉണ്ടാവത്തില്ല, ദിശയുടെ ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ദിശ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ദിശയ്ക്ക് പ്രാധാന്യം ഇല്ലാത്ത അളവുകൾ കാണും. അങ്ങനെ പരിമാണത്തോടൊപ്പം ദിശ പ്രാധാന്യമില്ലാത്ത അളവുകൾ, അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണ് അദിശ അളവുകൾ. ക്ലിയർ ആണേ? പരിമാണം മാത്രമുള്ളതും ദിശയ്ക്ക് പ്രാധാന്യമില്ലാത്തതുമായ അളവുകളാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവർക്ക് എന്താണ്? ഒന്നെങ്കിൽ ചിലപ്പോൾ ദിശ കാണും, പക്ഷേ ദിശയ്ക്ക് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ദിശ കാണത്തില്ല. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കുറച്ച് എക്സാമ്പിൾ. അതിൽ ദൂരം, വേഗത. ഏതൊക്കെയാണ്? ദൂരം, വേഗത. അടുത്തത് സമയം, ഊഷ്മാവ്. സമയം, ഊഷ്മാവ്. ഇപ്പോൾ ദൂരം, വേഗത, സമയം, ഊഷ്മാവ്. പിണ്ഡം, സാന്ദ്രത. പിണ്ഡം, സാന്ദ്രത. മർദ്ദം, പ്രവൃത്തി, ഊർജം, പവർ, കറണ്ട്. ഒന്നുകൂടെ: ദൂരം, വേഗത, സമയം, ഊഷ്മാവ്, പിണ്ഡം, സാന്ദ്രത, മർദ്ദം, പ്രവൃത്തി, ഊർജം, പവർ, കറണ്ട്. ഒറ്റ തവണയുടെ: ദൂരം, വേഗത, സമയം, ഊഷ്മാവ്, പിണ്ഡം, സാന്ദ്രത, പ്രവൃത്തി, ഊർജം, പവർ, കറണ്ട്. ഇത്രയും അളവുകളെ ബേസിക്കലി വിളിക്കുന്ന എന്തളവെന്നാണ്? അദിശ അളവെന്നാണ്. അദിശ അളവെന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? അടുത്തത് പരിമാണം എന്ന് പറയുന്നത് അളവാണേ. പരിമാണം എന്ന് പറയുന്ന ഒരു അളവാണ്. ഓക്കെ ആണേ? പരിമാണം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. പരിമാണം. അങ്ങനെയുള്ള പരിമാണത്തോടൊപ്പം ദിശാ പ്രാധാന്യമുള്ളതോ, അതായത് ദിശയ്ക്ക് പ്രാധാന്യമുള്ളതായിട്ടുള്ള അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവ്. അപ്പം പരിമാണത്തോടൊപ്പം ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ദിശയും പ്രസ്താവിക്കാറുണ്ടെങ്കിൽ അത്തരം അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? സദിശ അളവുകൾ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്: ഒന്ന്, സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. ബലം, ഭാരം, ആക്കം. ബലം, ഭാരം, ആക്കം. അപ്പോൾ ഒന്നുകൂടെ: സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം, ഭാരം, ആക്കം. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം, ഭാരം, ആക്കം.